എൻ്റെ പേര് മാത്തുക്കുട്ടി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനിക്കാട്ട് ഇടവപ്പെട്ട ആലിങ്കൽ കുടുംബാംഗമാണ്. എനിക്ക് ജപമാല വഴി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ സന്ധ്യാമണി പള്ളിയിൽ അടിച്ചു കഴിയുമ്പം കൃത്യമായിട്ടും സന്ധ്യാപ്രാർത്ഥന അമ്മച്ചി ആരംഭിക്കും. അപ്പോൾ എല്ലാവരെയും വിളിക്കും. അവരെല്ലാവരും ഒന്ന് കൃത്യമായിട്ടും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അത് ഓരോരുത്തരും ഓരോ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ അവരവർ മുട്ടയെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മച്ചി പറയുന്നത്. ഇനി മുട്ട നിന്നില്ലെങ്കിൽ അമ്മച്ചിയിൽ നിന്നും മടി ലഭിച്ച് കൃത്യമായും കൃത്യനിഷ്ഠതയോടെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ലുത്തിനിയ ചെല്ലുന്ന സമയത്ത് കൃത്യമായും എല്ലാവരും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കണം. അമ്മച്ചിക്ക് നിർബന്ധമാണ്. അപ്പോൾ അല്ലെങ്കിൽ അമ്മച്ചി പറയും, ജപമാലയുടെ ഭക്തി കൃത്യമായിട്ടും ദൈവത്തെ വിളിച്ച് നിങ്ങൾ മുറുക്കെ പിടിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കത് അനുഗ്രഹപരമായി തീരണം. അതിനുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ വഴക്ക് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നവർ. അമ്മച്ചി ലീഡ് ചെയ്തു. എൻ്റെ ഗ്രാൻഡ് ഫാദർ കടയടച്ച് വരുന്ന സമയത്ത് അമ്മച്ചിക്ക് ചോറ് കൊടുക്കണം. ബാക്കി ഞങ്ങൾ മക്കൾക്കെല്ലാവർക്കും അത്താഴം തരണം. 100 കൂട്ടം പണി അമ്മച്ചിക്ക് ഉണ്ടെങ്കിലും അമ്മച്ചി കൃത്യമായിട്ടും സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും കൃത്യമായിട്ടും നടത്തുകയും മക്കളെ എല്ലാവരെയും വിളിച്ച് അതിൽ പങ്കെടുപ്പിക്കുകയും ഭക്തിപൂർവ്വം ഉറങ്ങുമല്ലോ ചെയ്തെങ്കിൽ അമ്മച്ചി വടിയെടുത്ത് അരികി വെച്ചേക്കും. അപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങത്തിൽ അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ അമ്മച്ചി ലീഡ് ചെയ്യുന്ന സ്ഥാനം എൻ്റെ മൂത്ത ചേട്ടൻ അന്ന് വൈദിക വിദ്യാർത്ഥി ആയിട്ട് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അവധിക്ക് വരുമ്പം അച്ഛനാണത് കൃത്യമായിട്ടും കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അച്ഛനും ഇങ്ങനെ നിർബന്ധമാണ്. ജപമാല പ്രാർത്ഥന എല്ലാവരും നല്ല ഉറക്ക ശേഷം ചെല്ലണം. കൃത്യമായിട്ടും പ്രാർത്ഥനകൾ കൃത്യമായിട്ടും ചെല്ലണം. അതൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ആ രീതിക്കാണ് ഞാൻ വീട്ടിൽ വളർന്നു വന്നത്. ചേട്ടൻ സെമിനാരിലേക്ക് പോയി കഴിയുമ്പം പിന്നെ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടന്മാർ ആണ്. അതിനുശേഷം ഞാൻ തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ലീഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒട്ടുമിക്കവാറും എല്ലാം ഞാൻ തന്നെ. അമ്മച്ചി പറയും 7 മണിയാവുമ്പോൾ പള്ളി മണി അടിച്ച് കഴിയുമ്പം കൃത്യമായിട്ടും പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി അമ്മച്ചി എല്ലാവരെയും വിളിക്കും. അമ്മച്ചിക്കപ്പോൾ പ്രായമായി, എന്നാലും അമ്മച്ചി ആരോഗ്യപരമായിട്ടിരിക്കുന്നെങ്കിലും കൃത്യമായിട്ടും സന്ധ്യാപ്രാർത്ഥന മണി അടിച്ച് കഴിയുമ്പോൾ അമ്മച്ചി അത് പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി നിർബന്ധമായിട്ടും പങ്കെടുപ്പിച്ച് അങ്ങനെ ഒരു പ്രത്യേക കുടുംബ പ്രാർത്ഥനയിലെ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ വല്യപ്പന് കടയിൽ റേഷൻ കടയാണ്. പുള്ളി കട അടച്ച് കഴിയുമ്പം പ്രാർത്ഥന ചെല്ലും. അവിടുന്ന് വീട്ടിലോടേക്ക് വരും. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ചോറെല്ലാം കൊണ്ട് കടയിലോട്ട് പിന്നെ തിരിച്ച് കിടക്കാൻ പോകും. അപ്പം ഞാൻ എൻ്റെ മൂത്ത ചേട്ടന്മാർ ഓരോരുത്തർ കൂട്ട് കിടക്കാൻ പോയി. അപ്പം ഞാനും കൂട്ട് കിടക്കാൻ പോകും. രാവിലെ 5:30 മണിയാകുമ്പോൾ പള്ളി കുരിശുമണി അടിച്ച് കഴിയുമ്പോൾ ഇച്ചായി വിളിച്ച് ഏൽപ്പിക്കും നമുക്ക് പ്രാർത്ഥനയെല്ലാം. അപ്പം കർത്താവിനുമാലാക ചൊല്ലി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി പിന്നെ ഇച്ചായി ചെല്ലുന്നൊരു പ്രാർത്ഥനയായിരുന്നു, മറിയമേ അങ്ങേ പരിശുദ്ധ അമ്പലോത്ഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന. ഒരു നന്മ പറയുമ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ചൊല്ലി കേൾപ്പിക്കും. എന്നിട്ട് കുരിശുവരെ കഴിയുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ഞാനാണെങ്കിൽ എന്നോട് പറയും, ചേട്ടന്മാരാണെങ്കിൽ അവരോടും പറയും, അവരുടെ കൂട്ടത്തിലും ഞാൻ പോയിട്ടുണ്ട്. അവരോട് പറയും, ഈ പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മുടക്കരുത്. ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് മറ്റ് തെറ്റുകളിലും കുറ്റങ്ങളിലും ചെന്ന് പെടാതെ
അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ടാകാൻ വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മുടക്കരുതെന്ന്. വല്യപ്പൻ പറഞ്ഞു തരും, ഒരിക്കലും മരിക്കുകയില്ലെന്നും കൊണ്ട് വേല ചെയ്യുക, അടുത്ത നിമിഷം മരിക്കുമെന്നും കൊണ്ട് ജീവിക്കുക. അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഉപദേശം. പ്രാർത്ഥനയും മുടക്കം വരാത്തതിരിക്കുക, എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. മാതാവാണ് സ്വർഗീയ മധ്യസ്ഥ. അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കാതിരിക്കുക. അതാണ് ഇച്ചായി ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിരിക്കുക. അമ്മച്ചി അത് തന്നെ പറയും, എന്നോട് പറയും, എല്ലാ ആപൽഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ ഒരു ജപമാല കൈ കൊണ്ടു നടക്കണം എന്ന് അമ്മച്ചി പറയും. ഞാനത് എപ്പോഴും എവിടെ പോയാലും പേഴ്സ് എടുക്കാൻ മറന്നു പോയാലും ജപമാല എടുത്ത് പോക്കറ്റിലിടും. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹങ്ങളല്ലാതെ ഈശോയിൽ നിന്നും നിരവധിയായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ജപമാലയുടെ അമ്മ വഴി ഈശോയിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾ വാഹന മേഖലയിലുണ്ട്. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ചേട്ടന് എൻ്റെ മൂത്ത 3 സഹോദരന്മാരുണ്ട്. ഒരാൾ അച്ഛനാണ്, രണ്ടാമത്തെ ആൾ ഒരു സോമില് തുടങ്ങി. അതിൻ്റെ മൂത്ത ചേട്ടയാൾ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വാങ്ങി. അപ്പോൾ സോമിലുള്ള ആളിനൊരു SE ലോറിയും നാഷണൽ പെർമിറ്റുള്ള ആൾക്ക് കട നടത്തിയ ആളായിരുന്നു. അപ്പോൾ അതിൽ പോകാനും ഓടിക്കാനും എനിക്കൊരു താല്പര്യം കൂടുതലുണ്ടായിരുന്നുകൊണ്ട് നാഷണൽ പെർമിറ്റേ പോകാൻ തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങൾ കാണാനുള്ള ആഗ്രഹവും അകത്തെ പോകാനും ഈ തോട്ടത്തിൽ കൂപ്പിൽ തടി കയറ്റുന്നിടത്തെല്ലാം പോകാനും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പോയി കൂപ്പിലൊക്കെ അപകടം പിടിച്ച സംഭവങ്ങളാണെങ്കിലും അതിൻ്റെ അകത്തോടെ ഇച്ചിരിച്ചേക്ക് നീക്കി ഇട്ട് പഠിക്കുവാനും നാഷണൽ പെർമിറ്റിൽ ലോറി ഓടിക്കുവാനും ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ജപമാല ഒരിക്കലും മുടക്കിയല്ല. അന്ന് എനിക്ക് പോക്കറ്റിൽ ഒരു ജപമാല ഞാൻ എപ്പോഴും സൂക്ഷിക്കും. അതെൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും പറഞ്ഞു കിട്ടിയ, എൻ്റെ വല്യപ്പനിൽ നിന്നും പറഞ്ഞു കിട്ടിയ ഒരു സുഹൃത്തുമായിട്ടാണ് ഞാനത് കണക്ക് കൂട്ടുന്നത്. എവിടെ പോയാലും മാതാവിൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ ജപമാല ചെല്ലുകയും ജപമാല സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പേഴ്സ് എടുക്കാൻ മറന്നു പോയാലും പോക്കറ്റിൽ എപ്പോഴും ജപമാല എടുത്തു. അതോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഈ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാഷണൽ പെർമിറ്റേ പോകുമ്പോഴും എല്ലാം വളരെ നമുക്ക് ഉത്സാഹത്തോടെയും മറ്റു സംസ്ഥാനങ്ങൾക്കൂടെ എല്ലാം പോകുമ്പോഴും നമുക്ക് യാതൊരു മടിയും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ ഡ്രൈവ് ചെയ്യുവാനും അങ്ങനെ പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിലൂടെ പോകാനും ഈ ജപമാലയുടെ ശക്തി സംരക്ഷണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം പറഞ്ഞാൽ, ഞാൻ പൂനായിൽ നിന്നും പഞ്ചസാര കയറ്റി അഹമ്മദാബാദിന് പോകുന്ന വഴിക്ക് പൂനായിൽ നിന്നും ഒരു ചെറിയ വഴി തെറ്റിപ്പോയി. അപ്പം നമ്മളൊരു ഉഡ്സ് റോഡിലേക്ക് കയറിയപ്പം അവിടെ കുറച്ച് ആൾക്കാർ ആ വഴി സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വഴി തെറ്റി എന്ന് മനസ്സിലായപ്പം ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു, വഴി തെറ്റി പുറകോട്ടെടുക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പുറകോട്ടെടുക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ഈ 3-4 അവന്മാർ പിടിച്ചുപറിക്കാരായിരുന്നു. അവന്മാർ ചാടി വണ്ടിക്കകത്തോട്ട് കയറി. അപ്പം നമുക്ക് ഹാഫ് ഡോർ ഉള്ളത് കൊണ്ട് അവന്മാർക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടുകാരൻ്റെ വാച്ചിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് പിച്ചാത്തി വെച്ചിട്ട് പറഞ്ഞു, പൈസ എടുത്തോ എന്ന്. അപ്പം ഞങ്ങൾ ഈ രാത്രി യാത്ര ചെയ്യുമ്പോഴും ജപമാല ചെല്ലും ഞാൻ. അത് കൂട്ടുകാരന് അവന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എൻ്റെ നിർബന്ധം കൊണ്ട് അവൻ ശേഷമൊക്കെ ചെല്ലുകയും ചെയ്യും, കൂടുകയും ചെയ്യും. എന്നതാണേലും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി പുറകോട്ടെടുത്ത് മെയിൻ റോഡിൽ കയറുകയും ഉടനെ തന്നെ
കൂട്ടത്തിലുണ്ടായിരുന്ന വേറെ 2 വണ്ടിക്കാരുണ്ടായിരുന്നു. അവർ ഞങ്ങളെ കാത്ത് കുറച്ച് മുന്നേ നിൽപ്പുണ്ടായിരുന്നു. ഈ പിടിച്ചുപറിക്കാരെ തള്ളി റോഡിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ വണ്ടി മുന്നോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് അകലോട്ട് ചെന്നപ്പോഴത്തേനും കൂട്ടത്തിലുള്ള 2 വണ്ടിക്കാർ ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നടുക്ക് കയറ്റി നിർത്തി മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് രാത്രി തന്നെ അഹമ്മദാബാദിൽ ഓടിയെത്താൻ നമുക്ക് പ്രത്യേക സംരക്ഷണം മാതാവിൻ്റെ നാഷണൽ പെർമിറ്റ് ഓടുന്ന സമയത്ത് ഉണ്ടായി. അതെല്ലാം മാതാവിൻ്റെ സംരക്ഷണവും എപ്പം എങ്ങോട്ട് പോയാലും ജപമാല സൂക്ഷിക്കലും ജപമാല ചെല്ലലും. ജപമാല നമ്മൾ ചെല്ലിയാൽ മാത്രമേ ജപമാലയ്ക്ക് ശക്തി കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ വല്യപ്പനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ അച്ഛനും എൻ്റെ അമ്മച്ചിയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം ഞാൻ ഓരോരോ ജീവിത അനുഭവങ്ങളിലും, ഇപ്പം വാഹനത്തിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നാഷണൽ പെർമിറ്റ് ലോറിയുടെ സംബന്ധിച്ച് അതങ്ങനെ, പിന്നെ തിരിച്ച് ഇവിടെ വന്ന് ലൈൻ ബസ് ഓടിക്കാൻ പോയി. കോട്ടയത്തു നിന്നും കൊഴുത്തുള്ളൂ എന്ന് പറയുന്ന ഒരു റൂട്ടിൽ ഡ്രൈവറായിട്ട് പോയി. അന്നും നമ്മൾ രാവിലെ ഏറ്റവും കുളി കഴിഞ്ഞു നമ്മൾ മനസ്സിൽ ജപമാല മാതാവിനോട് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി സംരക്ഷണം തേടിയാണ് യാത്ര തുടരുന്നത്. അത് പോയി തിരിച്ചു വരുന്നതും രാവിലെ 5:15 കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 11 മണി കഴിയുമ്പോഴത്തേനും കൊഴുത്തുള്ളി ചെന്നു. 12:30 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് 6:15 കോട്ടയത്ത് തിരിച്ചെത്തുന്നത്. അന്ന് ഹൈ റേഞ്ചാണ്, സിംഗിൾ റോഡാണ്. അത് ഒരു പോറലും ഇല്ലാതെ ഏകദേശം ഞാൻ 1 വർഷം മിച്ചവത്തയിൽ വണ്ടി ഓടിച്ചു, ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. മറ്റ് തെറ്റുകുറ്റങ്ങളിലൊന്നും പെടാതെ എന്നെ സംരക്ഷിച്ചതും ഇന്ന് വരെ നിലനിർത്തി നയിക്കുന്നതും എൻ്റെ അമ്മ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല ശക്തിയാണ്. ഞാൻ ഗൾഫിൽ പോകണമെന്നുള്ള ഒരാഗ്രഹം ഇവിടെ ലൈൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായി. അതേ തുടർന്ന് ഇവിടെ അടുത്തുള്ള ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എൻ്റെ ഒരു സുഹൃത്തും കൂടി ബോംബെ പോവുകയും അവിടെ ചെന്ന് ഞാൻ പല ഇൻ്റർവ്യൂകൾ ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുകയും അതിൽ ഒരു കമ്പനിയിൽ റിയാദിലുള്ള അൽമുസല്ലിം ട്രാൻസ്പോർട്ടിംഗ് കമ്പനി എന്നുള്ള സ്ഥലത്ത് ട്രെയിലർ ഓടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരന് സെലക്ഷൻ കിട്ടുകയും എന്നെ അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പം പുറത്താക്കുകയും ചെയ്തു. തുടർന്ന് എന്നാ ചെയ്യണമെന്നറിയാൻ മേലാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മണിവർമ്മിൽ രാജു എന്ന് പറയുന്ന പുള്ളി ആനിക്കാട്ടുകാരനാണ്. പുള്ളി കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് വേറെ നോക്കാം എന്നെല്ലാം പറഞ്ഞ് പുള്ളി എൻ്റെ കൂടത്തി, പുള്ളിയുടെ ജോലി പോലും കളഞ്ഞ് എൻ്റെ കൂടത്തി കുറേ ദിവസങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോവുകയും നമുക്ക് മാഹിമിയിലൊരു മാതാവിൻ്റെ പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് എന്നെ മാഹിമി കൊണ്ടുപോവുകയും മാതാവിൻ്റെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച കുർബാനയ്ക്ക് ആൻഡ് ഓഫ് കില്ലിലുള്ള പള്ളി കൊണ്ടുപോവുകയും അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്ത് എനിക്ക് വേറൊരു കമ്പനി വഴി, വേറൊരു ഏജൻസി വഴി എനിക്ക് വീണ്ടും തിരിച്ച് കൂട്ടുകാരന് സെലക്ഷൻ കിട്ടിയ ആ ഓഫീസിൽ തന്നെ ചെല്ലുകയും അവിടെ എനിക്ക് വീണ്ടും വണ്ടി ഓടിക്കാനായിട്ട് അവസരം ടെസ്റ്റ് ഡ്രൈവ് കിട്ടി. എന്നെ അവിടെ പാസ്സാക്കുകയും അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൻ കുഞ്ഞച്ചനും ഒന്നിച്ച് തലേദിവസം പിറ്റേ ദിവസമായിട്ട് സൗദി അറേബ്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ 10-45 അടി നീളമുള്ള വാഹനമാണ്, ട്രെയിലറാണ്. അത് ഓടിക്കാനായിട്ട് ആദ്യമൊക്കെ ഒരു പേടി തോന്നിയെങ്കിലും ഏതായാലും ഇവിടം വരെ എത്തിച്ച ദൈവം തമ്പുരാൻ ബാക്കിയും നമ്മളെ നടത്തും എന്നുള്ള പ്രതീക്ഷയിലും ജപമാലയുടെ ശക്തിയിലും അത് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവിടെ ചെന്ന് ലൈസൻസ് കിട്ടി. വേറൊരു കൊല്ലംകാരൻ മുരളിച്ചേട്ടൻ്റെ കൂടത്തി കൊണ്ടുപോയി പ്രാക്ടീസൊക്കെ തന്നു. ഏകദേശം 3.5 വർഷക്കാലം സൗദി അറേബ്യയിൽ ട്രെയിലർ ഓടിക്കാനുള്ള അവസരങ്ങളും അമ്മ തന്നു. ആ ഓടിക്കുന്നതിനിടയ്ക്ക് 2 വളരെ ഭീകരമായ 2 അപകടത്തിൽ ഞാൻ പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഒന്ന് റോങ് സൈഡ് കയറി വണ്ടി ഓടി. അന്ന് ഇപ്പുറത്ത് വന്ന ഒരു സൗദി വന്ന് ഓണടിച്ച് ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ ഞാൻ റോങ് സൈഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ
ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ട്രാക്ക് പിടിച്ച് അയാളും മുന്നേ പോയി എന്നെ അടുത്ത പാർക്കിങ്ങിൽ കയറ്റി എൻ്റെ അക്കമ്മ എല്ലാം മേടിച്ച് നോക്കിയപ്പോൾ ഞാൻ പുതിയ ആളായിരുന്നതുകൊണ്ടും അയാൾ കുറേ എന്നെ ഉപദേശിച്ചു തന്നിട്ട് എന്നെ അവിടുന്ന് ഉത്സാഹത്തോടെ പോകാവുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങിയൊന്നും പോകരുത്, അതിൻ്റെ അപകടമെല്ലാം ഭയങ്കര ഭീകരതയാണ് എന്നെല്ലാം പറഞ്ഞ് എന്നോട് പുള്ളി അറബിലാണെങ്കിലും കുറേ ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി പുള്ളി യാത്ര തുടർന്നു. അതൊക്കെ എൻ്റെ ജപമാലയുടെ ശക്തി വഴി അമ്മ എനിക്ക് ഒരുപക്ഷെ അയാളെ അയച്ച് എന്നെ ആ അപകടത്തിൽ നിന്ന് അമ്മ കാത്ത് സംരക്ഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദമാമിൽ നിന്ന് റിയാദിലേക്ക് വരുന്ന വഴി എക്സ്പ്രസ് വേ ആണ്, രാത്രിയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ജപമാല ചെല്ലും. അപ്പം ഞാൻ അവിടെ എനിക്ക് ജപമാലയോ മാതാവിൻ്റെയോ മറ്റ് ഈശോയുടെ രൂപങ്ങളോ ഒന്നും അവിടെ കാണാൻ പറ്റില്ല. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ബൈബിള് അവിടെ ചെന്നപ്പോൾ അവരെടുത്തത് കളഞ്ഞു. പിന്നെ ജപമാലയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപവും എൻ്റെ കൂട്ടുകാരൻ രാജു അത് മാഹിം പള്ളിയുടെ അവിടുന്ന് വാങ്ങിച്ച്, ജപമാല എനിക്ക് ചേട്ടൻ അച്ഛൻ തന്നതുണ്ടായിരുന്നു, ഈ തിരുഹൃദയത്തിൻ്റെ രൂപം എൻ്റെ തന്നു. ഞാനത് വളരെ ഭദ്രമായിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോയി ജപമാലയും കൊണ്ടുപോയി അവിടെ ചെന്ന് വണ്ടി കിട്ടിയപ്പോൾ അന്നത്തെ സ്റ്റിയറിങ്ങിൻ്റെ കവർ ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പം ആ സ്റ്റിയറിങ്ങിൻ്റെ കവറിൻ്റെ അകത്ത് ഈ ജപമാലയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപവും ഭദ്രമായിട്ട് വെക്കുകയും, ഒറ്റയ്ക്ക് ഒരു സൈഡ് ഏതാണ്ട് 1500 കിലോമീറ്ററോളം യാത്ര ചെയ്യണം കാലിവണ്ടി പോകുമ്പോൾ. ആ സമയത്തെല്ലാം 3 ജപമാലയുള്ളന്ന് 3 രഹസ്യങ്ങളേ ഉള്ളൂ. ആ 3 രഹസ്യങ്ങളും ചൊല്ലി കാഴ്ചവെച്ച് വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുമായിരുന്നു. ഈ എക്സ്പ്രസ് വേ വഴി പോകുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്ടറിൽ ഇങ്ങനെ വണ്ടി കയറിയിട്ട് ഈ ഡോറയിൽ ഇങ്ങനെ ആരോ അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ വല്യപ്പൻ എന്നെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നീ ഉറങ്ങുവാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഞാൻ എക്സ്പ്രസ് വേയിലെ 3ാമത്തെ ലൈനിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇടതുവശത്തെ ട്രാക്ക് 1ാമത്തെ ട്രാക്കിലേക്ക് ഞാൻ വന്നു. അതിനും അത്ഭുതകരമായിട്ട് എന്നെ ഭയങ്കര അപകടത്തിൽ നിന്നും ആംബുലൻസിനും പോലീസിനും മാത്രം പോകേണ്ട വഴിയാണ് എക്സ്പ്രസ് വേയിലെ 3ാം നമ്പർ ട്രാക്ക്. അപ്പം അതിൽ നിന്നും അത്ഭുതകരമായിട്ട് അമ്മ എന്നെ കണ്ണിലുണി പോലെ സംരക്ഷിച്ചു, ഉള്ളം കയ്യിലെന്ന പോലെ പരിപാലിച്ചു. മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും. അന്ന് അവിടെ നിന്നും പോന്നു. പിന്നെ 3-3.5 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. പിന്നെ നാട്ടിലേക്ക് അവധിക്ക് വരണം. അപ്പോൾ അമ്മച്ചിയെ ഇടയ്ക്കൊക്കെ ലാൻഡ് ഫോണേ ഉള്ളൂ. വിളിക്കുമ്പോൾ എന്നോട് പറയും, പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് മക്കളെ, ജപമാല ചൊല്ലിക്കോണം, അമ്മ നിന്നെ സംരക്ഷിക്കും, എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ പ്രയോജിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഗൾഫിലെ സേവനം കഴിഞ്ഞ് ഞാൻ അവധിക്ക് നാട്ടിലേക്ക് വന്നു. 1995 നവംബർ മാസം 23-ാം തീയതി നാട്ടിൽ തിരിച്ചെത്തി. അപ്പം നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം തുടർന്ന് ഇവിടെ ടൂറിസ്റ്റ് വണ്ടി ഓടിക്കാൻ വേണ്ടി ലീവിന് അമ്മച്ചിക്ക് മേലായിരുന്നുകൊണ്ട് തിരിച്ചു പോകരുത് മകനെ, എനിക്ക് നീ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവധിക്ക് തിരിച്ചു പോയില്ല. അതേ തുടർന്ന് വിവാഹം കഴിച്ചു. അതിനെ തുടർന്ന് ഞാനിവിടെ ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ വേണ്ടി തുടങ്ങി. ആ ടൂറിസ്റ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നും ഞാൻ ജപമാല ചൊല്ലും. വാഹനം ഓടിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ജോയിച്ചേട്ടനുണ്ട്. ജോയിച്ചേട്ടനോട് പറയും, രാത്രി ഓട്ടം പോകുമ്പോഴും ഞങ്ങൾ ക്യാബിൻ്റെ അകത്തിരിക്കുമ്പോൾ സന്ധ്യ ആകുമ്പോൾ എന്നതാണേലും ഞാൻ ഒറ്റയ്ക്ക് ചെല്ലും. സന്ധ്യ ആകുമ്പോൾ എന്നാണേലും ജോയിച്ചേട്ടനോട് പറയും, ജോയിച്ചേട്ടാ നമുക്ക് പ്രാർത്ഥിച്ചാലോ, രാത്രി ഓട്ടമല്ലേ. ആ പുള്ളി പോരാ ആയിക്കോ എന്ന് പറഞ്ഞ പുള്ളി വണ്ടിയുടെ ഓണറ്റെ കയറിയിരിക്കും. ക്യാബിൻ്റെ അകത്ത് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ജപമാല ചെല്ലും. അങ്ങനെ വളരെ ദൂരം രാത്രിയിൽ ഓടിക്കേണ്ടി വന്ന സമയത്തും ആ ജപമാലയുടെ സംരക്ഷണം. തുടർന്ന് ഒരു ദിവസം പൂരാപ്പുഴ സ്കൂളിൽ നിന്ന് ഞാൻ ടൂറ് പോകുന്ന സമയത്ത് രാത്രി സ്കൂളിൽ നിന്നും പുറപ്പെട്ട സമയം മുതൽ കോരിച്ചൊരിയുന്ന മഴ. പാമ്പാടിയൊക്കെ ആയപ്പോഴത്തേനും ഇതിൻ്റെ വൈപ്പർ പറഞ്ഞെങ്ങോട്ടോ ദൂരെ പോയി. കോരിച്ചൊരിയുന്ന മഴയത്ത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം മൂലം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരുവനന്തപുരം വരെ നിലക്കാത്ത മഴയായിരുന്നു. എന്നാലും സുരക്ഷിതമായിട്ട് യാത്ര വണ്ടി ഓടിച്ച്
കന്യാകുമാരി വരെ നേരം വെളുത്തപ്പോഴത്തേനും എത്തി. അതൊക്കെ ഞാൻ പുറകോട്ട് ഇപ്പോഴും ചിന്തിക്കുമ്പോഴും മാതാവിൻ്റെ സംരക്ഷണവും ജപമാലയുടെ ശക്തിയും മാർ യോസേപ്പ് പിതാവിൻ്റെയും സംരക്ഷണം എപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തുടർന്ന് ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ദിവസം പഴയരിക്കണ്ടം എന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടം പോകുന്നു. തലേദിവസം ബ്രേക്ക് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബ്രേക്ക് സെറ്റ് ചെയ്തതാണെന്നാണ് യോചേട്ടൻ പറഞ്ഞത്. ഇവിടുന്ന് ഓട്ടം പോയി മുട്ടം ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ബ്രേക്ക് ചവിട്ടിയിട്ട് എന്തോ പ്രശ്നമുണ്ട്, ബ്രേക്കിന് കുറവുണ്ട്, ബ്രേക്ക് സെറ്റ് ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. യോചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, ദൈവമല്ലേ നമുക്ക് കൂട്ടുള്ളത്, എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. ഇടുക്കി കളക്ട്രേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ താഴോട്ട് കുത്തിറക്കുവാണ്, കഞ്ഞിക്കുഴി കവല വരെ. അപ്പോൾ എല്ലാവരും ക്യാബിൻ്റെ അകത്ത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പം ബ്രേക്ക് ചവിട്ടിയിട്ട് ഈ ഫ്രണ്ട് വീലിൻ്റെ അവിടുന്ന് കരിഞ്ഞ് പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പുറകിലത്തെ ബ്രേക്ക് പിടിക്കുന്നില്ല, എന്നാ ചെയ്യുമെന്ന് ചോദിച്ചേട്ടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരെയും ക്യാബിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്ക്, ക്യാബിൻ ക്ലോസ് ചെയ്യുക, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ക്യാബിൻ്റെ അകത്ത് വയ്ക്കുന്ന ആർക്കും പരിക്ക് പറ്റരുതല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നന്മ നിറഞ്ഞ പോലെയുമേ ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. യോചേട്ടൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ മനസ്സിലാണ് ചെല്ലുന്നത്. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ സംരക്ഷണവും കൊണ്ട് കഞ്ഞിക്കുഴി കവല ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പം ലെവൽ റോഡായി. വണ്ടി നിന്നു. ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുമോ, നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറേണ്ട ഒരു സാഹചര്യമോ ഉണ്ടാകാതെ കണ്ണിലുണ്ണി പോലെ സംരക്ഷിച്ച് അവിടം വരെ എത്തിച്ചു. അവിടെ നിന്നൊരു വർക്ക്ഷോപ്പ് കിട്ടി. ആ വർക്ക്ഷോപ്പിൽ കയറി ബ്രേക്ക് സെറ്റ് ചെയ്തു, യാത്ര തുടർന്നു. അതുപോലെ തന്നെ ഒരു ദിവസം കോഴിക്കോടിന് ഇരിഞ്ഞിപ്പലം എന്ന സ്ഥലത്തേക്ക് ഒരു കല്യാണത്തിന് ഓട്ടം പോകണം. വണ്ടി എവിടെയോ ദൂരെ ഓട്ടം കഴിഞ്ഞ് വന്നപ്പം അവർ വെളുപ്പിനെ 4 മണിയായപ്പോൾ പറഞ്ഞു ഫ്രണ്ടിലത്തെ ഒരു ഡയഫ്രം പോയിരിക്കുവാണ്, സൂക്ഷിച്ച് പൊക്കോണമെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ ജോയിച്ചേട്ടനോട് പറഞ്ഞു ഇനിയിപ്പം ഡയഫ്രം നമുക്ക് മാറാനും പറ്റിയല്ല, നേരമില്ല, പോകണം, പോയേ ഒക്കുള്ളൂ, നമുക്ക് ദൈവത്തെ വിളിച്ച് പോകാം. അന്നും ഞാൻ ഇവിടുന്ന് ധൈര്യപൂർവ്വം മാതാവിൻ്റെ സംരക്ഷണം തേടി ഇവിടുന്ന് യാത്ര തുടർന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പവുമില്ലാതെ എരിഞ്ഞിപ്പലത്ത് കൃത്യസമയത്ത് തന്നെ കല്യാണത്തിന് അവിടെ ചെല്ലാനും അതുപോലെ തന്നെ തിരിച്ചു പോരാനും, എതിരെ ഓപ്പോസിറ്റുകൾ വണ്ടി വരുമോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എമർജൻസി ആയിട്ട് നിർത്തേണ്ടതോ അങ്ങനെയൊന്നും ഒരു സാഹചര്യവും ഉണ്ടാകാതെ തിരിച്ച് സുരക്ഷിതമായി ഇവിടെ എത്തിച്ചേർന്നതും തുടർന്ന് ഏകദേശം 2008 വരെ, ഞാൻ 97 മുതൽ 2008 വരെ വാഹന മേഖലയിലേക്ക് ലോറിയാണേലും ബസ്സാണേലും ടൂറിസ്റ്റ് വണ്ടി ആണേലും ഗൾഫിലാണേലും ട്രെയിലർ ഓടിച്ചതാണേലും ഇപ്പം ഈ കാർ ഓടിക്കുന്ന സമയം വരെയും ഏതെല്ലാം അപകടത്തിൽ ഉൾപ്പെടേണ്ടതായിരുന്നോ ഉൾപ്പെട്ടിട്ടുണ്ടോ അതൊന്നും ഒരു പോറൽ പോലും ഇല്ലാതെ കണ്ണിലുണി പോലെ സംരക്ഷിച്ച് ഉള്ളം കയ്യിലെന്ന പോലെ പരിപാലിച്ച് അമ്മയുടെ ജപമാലയുടെ ശക്തിയിൽ അമ്മ സംരക്ഷിച്ചു. മാർ യോസേപ്പ് പിതാവിൻ്റെ സംരക്ഷണവും താങ്ങും തണലുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് പിന്നെ നാട്ടിലേക്ക് പോരാനും 3.5 വർഷക്കാലം ആകുമ്പോഴത്തേക്കും വിവാഹം കഴിക്കണം എന്ന അമ്മച്ചിയും എൻ്റെ മൂത്ത ചേച്ചിയും നിർബന്ധം മൂലം എന്നോട് ആവശ്യപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കണം എന്ന ചിന്ത മനസ്സിൽ ഉടലെടുത്തപ്പം മുതൽ ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെക്കാൻ തുടങ്ങി. എനിക്ക് അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ ദൈവം തരണം, അതൊരു വല്യപ്പനും വല്യമ്മയൊക്കെയുള്ള ഒരു വീട്ടിൽ നിന്നായിരിക്കണം, ദൈവവിശ്വാസത്തിലും വളർന്നു വരുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി ഏതാണ്ട് ഒരു 2 വർഷക്കാലത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. തുടർന്ന് ഇവിടെ വരികയും ഉടനെ തന്നെ എനിക്ക് വിവാഹാലോചന വരികയും
എൻ്റെ മൂത്ത ചേച്ചിയുടെ കെയറോഫിൽ ചേച്ചിയുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതും മാതാവിൻ്റെ പേരുകാര്യത്തിൽ തന്നെ അവളെ വിവാഹം കഴിക്കുകയും തുടർന്ന് ഞങ്ങൾക്ക് 3 മക്കളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ആ മക്കൾ ഓരോന്നും ജനിക്കുമ്പം അവരെ ദൈവവിശ്വാസത്തിലും ദൈവശരണത്തിലും ദൈവത്തിൻ്റെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും നിഷ്കളങ്കരും നല്ല മനുഷ്യരുമാക്കി വളർത്തി അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിക്കണമെന്ന് ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് കുരിശ് വരയ്ക്കുമ്പോൾ അവരുടെ തലയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. അവരിത്ര എപ്പോഴും വലുതായാലും ഇവിടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥന ചെല്ലുമ്പോൾ മക്കൾ 3 തലയെ കൈവെക്കാൻ വേണ്ടി വരും. അങ്ങനെ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അവരെ പഠിക്കാൻ മൂത്ത ആൾ മെഡിസിന് പോകണമെന്ന് 8ാം ക്ലാസ് പറഞ്ഞപ്പം മുതൽ ജപമാലയിലെ ഒരു ദിവസം അവന് വേണ്ടി കാഴ്ചവെച്ച് അവൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ പെരുന്നാളിന് 2018 ഞങ്ങളുടെ കൂട്ടായ്മ പെരുന്നാൾ നടത്തപ്പം ഞങ്ങൾ അതിലൊരു പ്രതിസന്ധിയാകുകയും ഈ നിയോഗം വെച്ച് അവൻ്റെ മെഡിസിൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ തുടർന്ന് 2018 തന്നെ അവന് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുകയും അവനിപ്പം പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവന് വേണ്ടി എപ്പോഴും അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 2ാമത്തെ മകന് അവനും പ്രാർത്ഥിച്ച് ACC പഠിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്താൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ BBAയും SCCയും കൂടെ പഠിക്കാനും SCCയുടെ ഇനി ഒരു 3 പേപ്പറോട് കിട്ടാറുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനൊരു ചെറിയ ജോലിയായിട്ട് എറണാകുളത്ത് എന്നും ജപമാല മുടക്കരുതെന്നും പറ്റുന്നിടത്തോളം ദിവസം ദീപവലിയിൽ സംബന്ധിക്കണമെന്നും മക്കളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടി പറയുന്നു. അവരത് ചെയ്യുന്നു. 3ാമത്തെ മകള് അവൾ എൻട്രൻസ് പഠിച്ചു. MBBS പോകണമെന്നായിരുന്നു ഇവിടെ ആഗ്രഹം. അത് കഴിഞ്ഞ് അത് കിട്ടാഞ്ഞതുകൊണ്ട് അവളെ നേഴ്സിങ്ങിന് സെൻറ്റ് മർത്താസ് കോളേജിൽ ബാംഗ്ലൂർ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്നും അമ്മ അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു.